ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC സ്റ്റാർ സ്മാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് MCQ ക്വസ്റ്റ്യൻസ് റോബർട്ട് ഗാഗ്നെ എന്ന സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒന്നും കൂടെ സ്വാഗതം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു ഗാഗ്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ലേണിംഗ്? പെട്ടെന്ന് നോക്കിയേ, ആൻസർ നോക്കിയേ. അക്കോർഡിംഗ് ടു ഗാഗ്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് SR ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്. അദ്ദേഹത്തിന്റെ 8 അല്ലെ ഹൈറാർക്കിയിൽ വരുന്നതാണ്. ഇതിൽ പെടാത്തത് ഏതാ? തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി അല്ലേ? യെസ്, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇതിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അക്കോർഡിംഗ് ടു ഗാഗ്നെ വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഓർഡർ ഓഫ് ലേണിംഗ്? ഓക്കെ, 4 ഓപ്ഷനിൽ ഏതാ ശരി ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചേ. കിട്ടിയോ? യെസ്, ഓപ്ഷൻ ബി അല്ലേ? യെസ്, പ്രോബ്ലം സോൾവിംഗ് ആണ് ഇതിൽ ഹയസ്റ്റ് ലേണിംഗ് കംപ്ലീഷനിൽ വരുന്നത്, ഹൈറാർക്കിയിൽ അദ്ദേഹത്തിന്റെ അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം. ഹു ഫസ്റ്റ് നോട്ടീസ്ഡ് ദ ഇന്റേണൽ ചേഞ്ചസ് ആസ് ആൻ എഫക്റ്റ് ഓഫ് ലേണിംഗ്? ഇന്റേണൽ ചേഞ്ചസ് വരുന്നുണ്ട് ലേണിംഗിൽ, ഇത് കണ്ടുപിടിച്ചത് ആരാണ്? അത് മറ്റാരുമല്ല, റോബർട്ട് ഗാഗ്നെ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ഓഫ് ഗാഗ്നെ? 4 ഓപ്ഷൻസ് ഉണ്ട്. സമ്മറി ഓഫ് ലേണിംഗ് ആണോ, ലേണിംഗ് കണ്ടീഷൻ ആണോ, ലേണിംഗ് പ്രോസസ് ആണോ, അതോ ക്ലാസിഫിക്കേഷൻ ഓഫ് സമ്മറി ഓഫ് ലേണിംഗ് ആണോ? തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം, ക്ലാസിഫിക്കേഷൻ ഓഫ് സമ്മറി ഓഫ് ലേണിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം. ഹൗ മെനി ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സമ്മറി ഓഫ് ലേണിംഗ് ഈസ് പ്രസന്റഡ് ബൈ ഗാഗ്നെ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇറ്റ്സ് 8. ഓക്കെ, സോ there are 8 different classification of summary of learning presented by Gagne. Which of the following internal learning condition is found by Gagne? Skill that are useful for new learning and skill that are combined with new learning. So the answer is option C, both. Okay, next question. What is also referred as intellectual skill? 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരത്തിലേക്ക് പോട്ടെ. The answer is mental process. The answer is mental process. Okay, intellectual skill തീർച്ചയായിട്ടും ഫിസിക്കലോ മോട്ടോർ പ്രോസസ്സോ ഒന്നുമല്ല, അത് മെന്റൽ പ്രോസസ് അല്ലേ. ഇന്റലക്ച്വൽ നമുക്ക് ഏകദേശം ഐഡിയ അതിൽ നിന്ന് തന്നെ കിട്ടും. അറേഞ്ച് ദ ഫോളോയിങ് ഇന്റലക്ച്വൽ സ്കിൽ ഗിവൺ ബൈ ഗാഗ്നെ ഇൻ കറക്റ്റ് ഓർഡർ. ഈ 4 ഓപ്ഷനിൽ നമുക്ക് നോക്കുമ്പോൾ ആദ്യം ഡിസ്ക്രിമിനേഷൻ അല്ലേ വരുന്നത്, പിന്നെ കൺസെപ്റ്റ്, അത് കഴിഞ്ഞിട്ട് റൂൾ, സെക്കൻഡ് ആണ് പ്രോബ്ലം സോൾവിംഗ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് എക്സംപ്ലിഫിക്കേഷൻ ആസ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയഗ്രാം ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഐഡന്റിഫൈ ഡിഫറെന്റ് ബ്ലോക്സ് ഓഫ് എ ഗിവൺ റെഡ് ബ്ലോക്ക്? അപ്പൊ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഡയഗ്രാമിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഹൊറിസോണ്ടൽ എന്താണ്, വെർട്ടിക്കൽ, അതുപോലെ ബ്ലോക്സ് റെഡ് കളർ ആണോ ബ്ലാക്ക് കളർ ആണോ എന്നൊക്കെ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഏത് സ്റ്റേജിലാണ്? ശരിക്കും ഡിസ്ക്രിമിനേഷനിലൂടെയാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് തരംതിരിവ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യം. മെനി ഹേർഡിൽസ് കെയിം ഡ്യൂറിംഗ് ദ ലേണിംഗ് ഓഫ് മൾട്ടി വൈബ്രൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഫോർ ദിസ് ഡാഷ് ഈസ് മോർ റിക്വയർഡ്. ഓക്കെ, പല ഹേർഡിൽസ്, പല എന്താണ് നമ്മൾ കാര്യങ്ങൾ തരണം ചെയ്യണമെങ്കിൽ അല്ലെ, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യണമെങ്കിൽ ഡ്യൂറിംഗ് ദ ലേണിംഗ് ഓഫ് മൾട്ടി വേരിയബിൾ ഡിസ്ക്രിമിനേഷൻ റിഹേഴ്സൽ ഈസ് മോർ റിക്വയർഡ് അല്ലെ. നമ്മൾ റെപ്പറ്റീഷനിലൂടെ അല്ല, റിഹേഴ്സലിലൂടെ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇന്റലക്ച്വൽ സ്കിൽ? കോഗ്നിറ്റീവ് സ്ട്രാറ്റജി എന്ത് തരം ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് നോക്കിയേ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ആൻസറിലേക്ക് ഞാൻ പോട്ടെ. ഓപ്ഷൻ ബി ആണ് പ്രോബ്ലം സോൾവിംഗ്. ഓക്കെ, ഓപ്ഷൻ ബി, പ്രോബ്ലം സോൾവിംഗ് ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇന്റലക്ച്വൽ സ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ പർപ്പസ് ഓഫ് ലേണിംഗ് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ദ ലേണർ ഹാസ് ടു ഹാവ് ഡാഷ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം ഡെഫിനിറ്റ് കൺസെപ്റ്റ് ഫോർമേഷൻ വേണം, റൂൾ ഫോർമേഷൻ വേണം, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വെർബൽ പ്രസന്റേഷൻ
or rule. അപ്പോൾ all of the above ആണ് ഇവിടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. കിട്ടിയോ? ഓക്കെ. Which is the condition of learning by means of association in terms of the behavior principle of Pavlov? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആൻസർ സിഗ്നൽ ലേണിംഗ് ആണ് കേട്ടോ. സിഗ്നൽ ലേണിംഗ് ആണ്. Asking students what their knowledge of planets before teaching a unit about the solar system would be an example of. നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രയർ നോളജ് ചെക്ക് ചെയ്യുന്നതാണ് സ്റ്റിമുലസ് റീകാൾ ഓഫ് പ്രയർ ലേണിംഗ്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും അല്ലെ. അടുത്ത ചോദ്യം, വിച്ച് ലേണിംഗ് തിയറി കണക്റ്റഡ് വിത്ത് സിഗ്നൽ ലേണിംഗ്? തന്നിരിക്കുന്നതിൽ ഏതാ സിഗ്നൽ ലേണിംഗുമായിട്ടൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക? ഇറ്റ് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ, സിഗ്നൽ ലേണിംഗ്. ഓപ്ഷൻ ഡി. ഇൻ ഗാഗ്നെസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് വിച്ച് ലേണിംഗ് ഈസ് ഓൾസോ നോൺ ആസ് എ സ്കിൽ ലേണിംഗ്? കിട്ടിയോ ആൻസർ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, ചെയിനിങ് ആണ്. സെലക്ട് ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. വളരെ എളുപ്പം നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദാറ്റ് ഈസ് വെർബൽ അല്ലെ. വെർബൽ അസോസിയേഷൻ ആണ് ഫോർത്ത് സ്റ്റേജിൽ കിടക്കുന്നത് ഗാഗ്നയുടെ ഹൈറാർക്കിയിൽ. വിച്ച് ലേണിംഗ് തിയറി കണക്റ്റഡ് വിത്ത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്? ഇതിൽ ഏതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? കിട്ടിയോ? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ദ ലേണർ കണക്ട് ടു ഓർ മോർ പ്രീവിയസ് ലേൺഡ് സ്റ്റിമുലസ് റെസ്പോണ്ട് ഇൻ ടു എ ലിങ്കേജ്? ലിങ്കിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാം, ചെയിനിങ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം അല്ലെ. ഓപ്ഷൻ സി, ചെയിനിങ്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് the learner achieve the ability to classify? അത് കൺസെപ്റ്റ് ലേണിംഗിലാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എക്സാമിന് മുൻപായിട്ട്, ഇപ്പോൾ വരുന്ന നവംബറിന് വരുന്ന എക്സാമിന് മുൻപായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് പഠിച്ച് പോകാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.